ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം കൊണ്ടൊരു സ്നാക്സാണ്. അപ്പോൾ നമ്മളൊക്കെ നല്ലപോലെ പഴുത്ത് പോയ ഏത്തപ്പഴം വെറുതെ കളയുകയൊക്കെ അല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് നല്ലൊരു അടിപൊളി ഒരു 4 മണിക്ക് പിള്ളേരൊക്കെ ഇപ്പോൾ അവധിക്ക് വീട്ടിലിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 4 മണിക്കുള്ള പിള്ളേർക്കൊക്കെ ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഈ പഴുത്ത ഇതുപോലെ എന്താ പറയുന്നത്, പോയ പഴമൊക്കെ പോയെന്നല്ല, നല്ലപോലെ പഴുത്ത് നമുക്ക് പുഴുങ്ങിയാലൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഈ പഴം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പഴം എടുത്തിട്ട് നമുക്ക് വയർ നിറച്ച് പിള്ളേർക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പഴം നമുക്ക് തൊലി കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നമുക്കൊന്ന് നെയ്ക്കകത്തൊന്ന് വാറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം ഇത് നല്ലപോലെ നെയ്ക്കകത്ത് ഈ കിടന്ന് നന്നായിട്ട് നല്ലപോലെ പഴുത്ത പഴമായതുകൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് തന്നെ ഇത് നല്ലപോലെ കുഴഞ്ഞു വന്നത്. പിന്നെ ഇപ്പോൾ നമുക്കിതിനകത്തേക്ക് നമുക്കൊരു 2 സ്പൂൺ പഞ്ചസാര, മധുരത്തിന് വേണ്ടിയിട്ട് ഉള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏത്തപ്പഴത്തിനകത്തേക്ക് നമുക്കൊരു 2 സ്പൂണ് മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർത്ത്. ഒരു പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ശർക്കരയോ ഒക്കെ ഒഴിച്ച് കൊടുക്കാം. പാനിയാക്കി വെച്ചോ ഒക്കെ എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു പിടി തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ആ തേങ്ങ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കതിനകത്തേക്ക് ഞാൻ 1 സ്പൂണ് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതും വെച്ചിട്ടുണ്ട്, അതുകൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ റവ ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി തരങ്ങുള്ള പുട്ടിൻ്റെ പൊടിയോ എന്തെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി തരങ്ങുള്ള പൊടി വേണമെന്നേ ഉള്ളൂ. തീരെ അങ്ങ് നമ്മുടെ പത്തിരിപ്പൊടി അങ്ങനെയുള്ള പൊടിയാകരുത്. അപ്പോൾ നമുക്കതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ, ഞാനൊരു 5 സ്പൂൺ റവ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വറുത്ത റോസ്റ്റഡ് റവയാണ്, അതുകൂടെ ഇട്ട് ഇതിനകത്തേക്ക് നല്ലപോലെ ഇട്ട് ഇളക്കി നമുക്ക് ഇത് തണുക്കുമ്പോൾ ഇത് ബോളായിട്ട് എടുത്തിട്ട് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ ഞാനിന്ന് ഇളക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്നാക്സിനുള്ള നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുത്ത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സ് എല്ലാം ബോളായിട്ട് നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ വേണമെങ്കിലും കഴിക്കാം, ഇച്ചോടെ എണ്ണയ്ക്കകത്ത് വറുത്ത് കഴിക്കുമ്പോൾ ഇച്ചോടെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് വറുത്തെടുക്കാവേ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസ് നമ്മുടെ ചൂടായ എണ്ണയ്ക്കകത്തേക്ക് നമുക്ക് ഇട്ടിട്ട് കൊടുക്കാവേ. ഒത്തിരി അങ്ങ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടിടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 10 എണ്ണം ആദ്യം ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് പിന്നെ ഒരു 6 എണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം 16 എണ്ണമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിപ്പോൾ എല്ലാം വെന്തു നമ്മൾ നല്ലപോലെ ഇതായതായതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആക്കണ്ട. ജസ്റ്റ് ഒത്തിരി ഹൈ ഫ്ലെയിമിലിടരുത്, ഒരു ലോ ഫ്ലെയിം, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാൻ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നമ്മുടെ ബോൾ പൊട്ടിപ്പോകും. അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ഒന്ന് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വേണം നമുക്കൊന്ന് വീണ്ടും ഒന്ന് തിരിച്ചിടാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ പുറം നല്ല ക്രിസ്പി ആകണം, അകം നല്ല സോഫ്റ്റും ആയിട്ടിരിക്കണം. ഇതങ്ങനെ നമ്മുടെ ബോൾസ് എല്ലാം നല്ലപോലെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ എടുത്ത് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെക്കാവേ. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകണ്ട.
കണ്ടോ, നല്ലപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇത് നല്ല സോഫ്റ്റാണ് താനും. ഒന്നും പൊട്ടിപ്പോയിട്ടോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതിനകത്തേക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉരുട്ടി ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഡ്രൈ ആയി പോകും. നമ്മുടെ അടുത്ത സ്നാക്സ് ബോളും റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് കോരിയെടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് എടുക്കാതെ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ അടിപൊളി നമ്മുടെ വെറുതെ പഴുത്തു പോകുന്ന ഏത്തപ്പഴം കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കി. അപ്പോൾ പിള്ളേരൊക്കെ ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന സമയമാണല്ലോ, അപ്പോൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കുന്ന സമയം അറിയത്തില്ല. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴം ഇങ്ങനെ ഇച്ചിരി തൊലി കറുത്ത പഴമൊക്കെ ഉണ്ടോ, ഒന്ന് പശുവിൻ്റെ പാത്രത്തിൽ ഇടും, അല്ലെങ്കിൽ ആടിൻ്റെ പാത്രത്തിൽ ഇടും, അല്ലെങ്കിൽ ആടിന് കൊടുക്കും, അല്ലെങ്കിൽ എടുത്ത് പള്ളയെ കളയും, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മതി താനും, എന്നാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു 4 മണി സ്നാക്സാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇത് നല്ല സോഫ്റ്റായിട്ടാണ്, പുറം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റായിട്ടും ആയിരിക്കുന്നത്. അതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.